ചൈനക്കാരുടെയൊക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ടില്ലേ, അവരുടെയൊക്കെ ലൈഫ് എന്ത് ഇവിടെയൊക്കെ എന്ത് വൃത്തിയാണ്, നീറ്റാണ്, ക്ലീനാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടുന്നത് നോക്ക്. ചെറുവേണോ ഓടിക്കാൻ പോകുന്നത്? 2 ഓടി ഞാൻ ടോട്ടൽ ലോസ് ആക്കിയതാണ്. ഇത് എന്റെ ദൈവമേ, ഇങ്ങനെ പറഞ്ഞ ചില്ലറല്ല കേട്ടോ. അങ്ങനെ 2 ഓടി ടോട്ടൽ ലോസ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ വണ്ടി എടുത്തിരിക്കുകയാണ്. ഡ്രൈവർ വണ്ടി വിടൂ, ഡ്രൈവർ വേഗം പോകൂ ഗൈസ്. വണ്ടി പെട്ടെന്ന് സ്റ്റക്കായി ഓഫായി ഗൈസ്. എന്നാ വെച്ച് ഇവിടെ റോഡിൽ ആൾക്കാർ തീയൊക്കെ ഇട്ട് തുടങ്ങി ഗൈസോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വേറെ കുറെ ഭ്രാന്തന്മാര് ടോർച്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോവാണ് നമ്മൾ. അപ്പോൾ അർഹായ് ലേക്ക് അല്ലെങ്കിൽ ദാലി എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഒരു ലേക്കാണ് എൻ്റെ പുറകെ നിങ്ങൾ കാണുന്നത്. ആ ലേക്കിന് സമീപത്തുള്ള ആ ഒരു വഴി, ആ വഴിയിൽ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളും സൈക്കിളുകളും പെഡസ്ട്രിയൻസിനെയും മാത്രമേ അനുവദിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ശബ്ദവും ഇല്ലാത്ത ഒരു വഴി. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാവുന്നത് ഇവിടെ ഈ ലേക്കിൽ നിന്നുള്ള വെള്ളം കൃഷിസ്ഥലങ്ങളിലേക്കും പിന്നെ വീടുകളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പമ്പ് ചെയ്ത് വിടുന്ന ഒരു അക്വഡക്റ്റാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് പമ്പ് ചെയ്ത് വിടുന്നത്. കണ്ടോ, ശരിക്കും ഈ ലേക്കിൽ നിന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡ്രിങ്കിങ് വാട്ടർ ലേക്ക്. അപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം ഇത്തരത്തിൽ ഈ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം ഇത്തരത്തിലുള്ള ചൈനീസ് അക്വഡക്റ്റ് ആണ് കാണുന്നത്. അക്വഡക്റ്റ് ഇങ്ങനെ പല ഗ്രാമങ്ങളിലേക്ക് പോകും. ഇവിടെ പല സീസൺ സമയമുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഇതിങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ദൂരം ഈ കാണുന്ന ലേക്ക് സൈഡിൽ കൂടെ പോകണം. അതെങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത് നമുക്കറിയത്തില്ല. നടന്നാണോ വണ്ടിയിലാണോ സൈക്കിളിലാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ ആൾക്കാരൊക്കെ ലേക്കിൽ ഇറങ്ങി നിൽപ്പുണ്ട്. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 18-20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത്. ചൂടല്ല, ചൂടാണെങ്കിൽ ആൾക്കാരെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയല്ലേ. ഇത്തരത്തിൽ പൂക്കളൊക്കെ വെച്ച സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തേരാപ്പാര നടക്കാം. ലേക്ക് സൈഡിൽ തന്നെ മനോഹരമായിട്ടുള്ള ഇതുപോലെയുള്ള ചെറുതും വലുതുമായ ഹോം സ്റ്റേകളും റിസോർട്ടുകളും അത്തരത്തിലുള്ള സംഭവങ്ങളും ധാരാളം കാണാം. നമ്മൾ ഈ ജൂലൈ ഓഗസ്റ്റ് മാസം ഇവിടുത്തെ സമ്മർ ഹോളിഡേയ്സ് വരും. ആ സമയത്താണ് ഈ ഒരു ഏരിയ, ഈ ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ വലിയ തിരക്കും വെള്ളമൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് കണ്ടുപോകാൻ സാധിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. ഇത് കണ്ടോ, കൊള്ളാലോ. പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന ഒരു വണ്ടി. ഈ വണ്ടികൾക്കൊന്നും ഒരു ശബ്ദവും ഇല്ലല്ലോ. വാക്കേഴ്സ്, പിന്നെ വേറെന്താണ് ഇരിക്കുന്നത്, സൈക്ലിംഗ്. അതായത് വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ഉള്ള 2 ട്രാക്കേ ഉള്ളൂ. ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത് ഒരു 60-70 കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്ന ഒരു ലേക്കാണ്. അപ്പോൾ ആ ഒരു ലേക്കിൻ്റെ ഒരു സൈഡിൽ വാഹന ഗതാഗതമുണ്ട്, മറ്റൊരു സൈഡിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ അവർ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ വാഹനങ്ങൾ വെച്ചിട്ടുണ്ടാവും. സൈക്കിളും ബൈക്കുകളും ഓട്ടോ ബൈക്കുകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ റെൻറ്റിന് എടുത്തിട്ട് പോകാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഓ അത് ശരി. സൈക്കിളിൻ്റെ ഒക്കെ അരമണിക്കൂറിന് 3 യുവാനേ ഉള്ളൂ. 3 യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 45 രൂപ ആ റേഞ്ചിലാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. നിങ്ങൾ വണ്ടി എടുത്തോണ്ടിരിക്കുക. സൈറ എങ്ങനെ ഓടി? 2 ഓടി ഞാൻ ടോട്ടൽ ലോസ് ആക്കിയതാണ്. ഇത് എന്റെ ദൈവമേ, ഇങ്ങനെ പറഞ്ഞ ചില്ലറല്ല കേട്ടോ. അങ്ങനെ 2 ഓടി ടോട്ടൽ ലോസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ പുള്ളി ആ 2 ഓടിച്ചെന്ന് തോന്നുന്നല്ലേ? ആണോ? നിങ്ങളാണോ 2 ഓടിച്ചത്? പക്ഷെ 2 വണ്ടിയിലും പുള്ളി ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. നമ്മുടെ ഡ്രൈവർ വണ്ടി എടുത്തിരിക്കുകയാണ്. ഡ്രൈവർ വണ്ടി വിടൂ, ഡ്രൈവർ വേഗം പോകൂ ഗൈസ്. വേഗം പോകും. നമ്മുടെ ക്രൂ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ അവർ മുന്നേ പോവും, പിന്നെ അവർ പുറകെ വരും, പിന്നെ അവർ നമ്മളെ വീഡിയോ എടുക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി. ടാറ്റാ, ബൈ. സൈർ ഭായ്, സൈക്കിളൊക്കെ ഓവർടേക്ക് ചെയ്യുന്നു. എന്താണിത്? നിങ്ങൾ എന്ത് ഡ്രൈവറാണത്? വണ്ടി കഷ്ടമുണ്ട് കേട്ടോ. ഇത് പോകില്ല. ചാർജ് ഉണ്ടോ വണ്ടിക്ക്? ചാർജ് ഉണ്ടോ? ഇന്ധനം ഉണ്ടോ? ചാർജ് ഉണ്ടോ? അറിയത്തില്ല, വേറെന്തോ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ അതിന് ഗിയർ വല്ലതും ഉണ്ടെങ്കിൽ മാറ്റിയിടും. ചുമ്മാ എഴിഞ്ഞഴിഞ്ഞ് പോവാതെ ആൾക്കാർ നടന്നു വരെ ക്രോസ് ചെയ്ത് പോകുന്നു. എന്നാ ഇത്? അവിടെ കൊച്ചിറക്കം വരെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. നോക്ക്, ഞാനൊന്ന് സൈഡിൽ ഒതുക്കാൻ പറഞ്ഞതേ ഉള്ളൂ. പുള്ളി സൺഫ്ലവർ തുടർന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഐ ആസ്ക്ഡ് യു ടു സ്റ്റോപ്പ് ദേർ. നിങ്ങൾ എന്താണ് പോയത്? I said I want to touch sunflower, okay? So he literally took this cart inside the തോട്ടം. എൻ്റെ പൊന്നു, എനിക്ക് സൺഫ്ലവർ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് ഞാൻ. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റ്.
അപ്പോൾ ഇവിടെ നമുക്ക് സൺഫ്ലവർ പാടങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. സോ ഇതിനിടയ്ക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, പറിക്കരുത്. അപ്പോൾ ഇതിങ്ങനെ വലുതായി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടില്ലേ, ലൈക്ക് ഇറ്റ് വിൽ ഗ്രോ ലൈക്ക് എനിത്തിങ്. യു ക്യാൻ സീ ദിസ്. സീ ഇത് കണ്ടോ, ആ ഒരു വലിയ പൂവുണ്ടോ? പക്ഷേ എൻ്റെ അമ്മ ഇതിൻ്റെ this is so heavy. Look at this. You can't lift it, I guess. Like, see? ഇത് കണ്ടോ, this is too heavy. See, you can't lift it. അത്ര ഹെവിയാണ് കണ്ടോ. ഇതേ ഈ സൺഫ്ലവർ തോട്ടത്തിലെ പാടം കണ്ടോ, ഞാൻ ഭയങ്കര രസമാട്ടോ അത് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഭയങ്കര വലിപ്പത്തിൽ വരും. ഇതിനകത്തൊരു കുരു ഉണ്ടാവും. ഈ കുരു ഇവർ സൺഫ്ലവർ സീഡെന്നും പറഞ്ഞുകൊണ്ട് കഴിയും. നമ്മൾ ഈ കശുവണ്ടിയും ബദാമൊക്കെ കഴിക്കുന്ന പോലെ ഇതിനകത്തെ സാധനം എടുത്തിട്ട് ഇവരിങ്ങനെ ഇവരുടെ മെയിൻ ടച്ചിങ് ആയിട്ടുള്ള സാധനം, ടച്ചിങ്സ് ആയിട്ട് കഴിക്കുന്ന സാധനം, കപ്പലണ്ടി, നമ്മുടെ കപ്പലണ്ടി പോലത്തെ സാധനമാണ്. എവിടെ നിങ്ങളുടെ ടോട്ടൽ ലോസ് ഹിസ് കാർ കംപ്ലീറ്റ് ലോസ്, റൈറ്റ്? കഷ്ടം. ഇത് എന്താ ചെയ്യുന്നത് സൈർ ഭായ്? നോ ഡോണ്ട് ഡു ദാറ്റ് സൈർ ഭായ്, നോ ഡോണ്ട് ഡു ദാറ്റ് സൈർ ഭായ്. ഇന്ന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫോമിലാണ് ഇന്ന്. ഇവിടെ ഇപ്പം മറ്റേ സ്ഥലത്തെക്കാട്ടി ട്രാഫിക്കാണല്ലോ സൈർ ഭായ്, ഈ ഭാഗം മൊത്തം. എന്തോന്ന് ഭംഗിയാടേ ഇത്, രക്ഷയില്ല കേട്ടോ. നോക്കിയേ, ഫുള്ള് എന്ത് പൂക്കളൊക്കെ ആയിട്ടേ. ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഒരു രക്ഷയില്ലാത്തത്. അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടേ. എത്ര ഭംഗിയായിട്ടാണ് പൂക്കളൊക്കെ നിൽക്കുന്നത്. ഇവിടെ ഇടതുവശത്ത് വാഷ്റൂമാണ്, പബ്ലിക് ടോയ്ലറ്റാണ്. നോക്കി, അത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, ഫ്രീ ആണ്. ശരിക്കും ഈ ഒരു ഭാഗം ഇവർ വാഹനങ്ങൾ വിടാതെ, അതായത് മറ്റ് ഇലക്ട്രിക് കാറുകൾ പോലും വിടുന്നില്ല, പബ്ലിക് വണ്ടികളൊന്നും വിടാത്തത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ആളുകൾക്ക് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇതൊരു എന്താ പറയുക, ഈ നമ്മൾ ഈ പൈതൃക സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു സെറ്റപ്പ്. ഇതുണ്ടോ, എന്ത് ഭംഗിയുള്ള പൂക്കളാ. ഈ സാധനമാണ് രക്ഷയില്ലാത്തത്. നോക്കി, എന്താ അടിപൊളിയായിട്ടാ നിങ്ങന്ന് പോകുന്നത്. നോക്കി, ചൈനക്കാരുടെയൊക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ടില്ലേ, അവരുടെയൊക്കെ ലൈഫ് ഇവിടെയൊക്കെ എന്ത് വൃത്തിയാണ്, നീറ്റാണ്, ക്ലീനാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടുന്നത് നോക്ക്. എന്തെങ്കിലും അറിയാമോ നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സാധനം? എത്ര ലേക്ക് ഉണ്ട്, പോട്ടെ, എത്ര ലേക്ക് ഉണ്ട് നമുക്ക്? ഏതെങ്കിലും ഒരു ലേക്കിനടുത്ത് ഇതുപോലെ സൗകര്യങ്ങളുണ്ടോ? ഇത്രയും വൃത്തിയുള്ള സൗകര്യങ്ങളുണ്ടോ? ഇതുപോലത്തെ സെറ്റപ്പ് ഉണ്ടോ? ആ അലമ്പും കച്ചറയും അങ്ങനത്തെ പരിപാടിയല്ലേ ഉള്ളൂ. ഞാൻ കുറ്റം പറയുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണ്. കുറച്ചെങ്കിലും കൊള്ളാവുന്നത് കുറച്ച് സ്ഥലങ്ങളുള്ളത് നമ്മുടെ കേരളത്തിൽ. അതും ഡെവലപ്മെൻ്റ് എന്ന് പറയാനായിട്ട് മര്യാദയ്ക്കൊന്നുമില്ല. ഒരു 10 കടകളുണ്ടാവും സൈഡിൽ. ആ 10 കടയും 10 സ്റ്റൈലിലായിരിക്കും, 10 രീതിയിലായിരിക്കും, തട്ടിക്കൂട്ട് പരിപാടികളായിരിക്കും. അതൊന്നും ഏകീകരിക്കത്തില്ല, അതൊന്നും ഭംഗിയാക്കത്തില്ല, ഒരു സംഭവം ചെയ്യുകയല്ല. നമ്മുടെ ടൂറിസം മന്ത്രിയും പിന്നെ ടൂറിസം ഡയറക്ടറും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വരണം, ചൈനയിൽ വരണം. ചൈനയിൽ വന്നിട്ട് നിങ്ങൾ ഇതൊക്കെ കാണണം, ഇവിടെയൊക്കെ എങ്ങനെയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അന്നേരം ശരിയാവും. കുറേ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ പുതിയ നമ്മുടെ മന്ത്രി PC വിഷ്ണുനാഥാണ്. അദ്ദേഹമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, വിളിച്ചുകൊണ്ട് വരണം. ഒരുമിച്ചൊരു ട്രിപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം, എന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം എങ്ങനെയുണ്ടെന്ന്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ എനിക്കൊന്ന് ഇവിടുത്തെ ഏതോ ഒരു മെയിൻ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഇവിടെ മൊത്തം ട്രഡീഷണൽ ബിൽഡിങ്ങുകൾ കാണാം. വെളുത്ത കളറിലുള്ള ഒരു പുരാതന സ്റ്റൈലിലുള്ള കുറേ ബിൽഡിങ്ങുകൾ കാണാം. പലതും കോഫി ഷോപ്പുകളും ഹോട്ടലുകളും ഒക്കെയാണ്. അപ്പോൾ അത് ഇവിടുത്തെ പായ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ആൾക്കാരുണ്ട്, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ ഒരു ഫെസ്റ്റിവലാണ് ഈ ടോർച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പം ടോർച്ച് ഫെസ്റ്റിവൽ എന്താണെന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പറയാം, പിന്നെ അടുത്ത സമയങ്ങളിൽ പറയാം. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുടെ ഒരു ഫെസ്റ്റിവലാണ് ഈ ടോർച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ അവരുടെ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം. എന്തോരം സൈക്കിളുകളും ഈ ബൈക്കുകളും പിന്നെ പല തരത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ, പിന്നെ ആ മനുഷ്യൻ നിന്ന് നടന്നു പോകുന്ന സാധനങ്ങൾ, പിന്നെ ഇലക്ട്രിക് ബൈക്ക്, ഇലക്ട്രിക് ബഗ്ഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം വണ്ടികളാണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. എന്തോ പറ്റി, വണ്ടി പെട്ടെന്ന് സ്റ്റക്കായി ഓഫായി ഗൈസ്. എന്നാ വെച്ചു ഫിനിഷ്ഡ്? ബാറ്ററി ഊരി പോയ അറിയത്തില്ല, എന്തൊക്കെയോ ബ്ലും എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ട് പെട്ടെന്ന് വണ്ടി ഓഫായി പോയി. എന്താ സംഭവിക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ ഇവർ ഡീൽ ചെയ്തോളും, കുഴപ്പമില്ല. എന്താണല്ലേ, തള്ളലൊന്നും പറ്റില്ല. അത് മൊത്തം വണ്ടി ഫുള്ള് നിന്ന് പോയി. വണ്ടിക്ക് എന്തോ പറ്റി, മൊത്തം നിന്ന് പോയി. ഇതിനകത്ത് CCTV ഉണ്ടോ? ഇതിനകത്ത് എവിടെ CCTV ഉണ്ടോ? ഇല്ലല്ലോ. ആ അതെ, ഹലോ സ്റ്റോപ്പ്. ഇന്നത്തെ CCTV ഇരിപ്പുണ്ട് ഇവിടെ. ബൈ ഗൈസ്.
അതവിടെ റോഡിന് നടുവിൽ ഉപേക്ഷിച്ച് അവർ കസ്റ്റമർ സർവീസിലൊക്കെ വിളിച്ച് പറഞ്ഞു നമ്മളിപ്പോൾ തിരിച്ച് നടക്കുകയാണ്. എന്തായാലും നമ്മൾ എത്തി. അത് നിങ്ങൾ റോഡെല്ലാം സാക്കിയല്ലോ. അതെ അതെ എന്ത് രസം. അത് പാമ്പുണ്ടാവുന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആൾക്കാർ അതിനകത്ത് കയറാണ്ടിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടായിരിക്കും. അല്ല പാമ്പുണ്ടാവും പറയാൻ പറ്റില്ല. ഇത് നോക്കി, ഇത് ഭംഗിയുള്ള പൂവല്ലേ. രക്ഷയില്ല കേട്ടോ, കിട്ടില്ല സാധനം. ഇതിങ്ങനെ ഫ്ലവർ ഷോ പോലെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മൊത്തം പൂക്കളാണ്. ഇപ്പുറത്താണെങ്കിൽ മറ്റേ ഹൈഡ്രേഞ്ചിയ പൂക്കൾ, അതും പല കളറുണ്ട്. ഈ പൂക്കളൊക്കെ കാണാൻ എന്ത് രസമല്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര രസം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണാനായിട്ട്. നമ്മുടെ ഇന്ത്യൻ അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് 2 പറിച്ച് അവിടെ സെറ്റാക്കി വെച്ചിരിക്കും. ഇവിടത്തെ പിന്നെ അങ്ങനെ പൂക്കൾ പറിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ഉണ്ടോ നമുക്ക് അറിയത്തില്ല. ഞാൻ ഇതുവരെ ആരും കണ്ടില്ല. അയ്യോ അതായത് ആന്ധ്രാപ്രദേശിലെങ്ങോട്ടോ നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങൾ കണ്ടാണല്ലോ, ആന്ധ്രാപ്രദേശിലൊരു എയർപോർട്ട് ഉണ്ടാക്കിയത്. ആ എയർപോർട്ടിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് അവിടെ വന്ന ആൾക്കാർ, നാട്ടുകാർ മൊത്തം അവിടെ മറ്റേ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത പൂക്കളും ചെടികളൊക്കെ കിട്ടാവുന്ന എന്തൊക്കെയാണോ ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയി. വിമാനം പൊങ്ങുമായിരുന്നെങ്കിൽ അതും പൊക്കിക്കൊണ്ട് പോയേനെ. അമ്മാതിരി സിവിക് സെൻസ് ആണ് നമുക്ക്. എന്തായാലും ഒരു ബോധം, ഒരു വിവരം, ഇതൊക്കെ എന്ന് വരും നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ നിന്ന് 5-6 കിലോമീറ്റർ മാറി വേറെ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടാണ്. എല്ലായിടത്തും ഒരേപോലെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്നും വരാനായിട്ട് ആർക്കും എൻട്രി ഫീയോ പരിപാടികളോ കാശോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആൾക്കാർ വരുന്നു, എവിടെയെങ്കിലേക്ക് റൂം എടുക്കുന്നു, താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ ഇനി അത് ചെയ്തില്ലെങ്കിലും 10 പൈസ ചിലവാക്കണ്ട. ഈ പറഞ്ഞ നിങ്ങൾ ഇത്രയും നേരം കണ്ട കാര്യങ്ങളൊക്കെ കാണാനും ചെയ്യാനും ഒന്നും ഒരു പൈസ പോലും ചിലവാക്കണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലേക്ക് നമ്മുടെ തേക്കടി തടാകത്തിലുള്ള പോലെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ ലേക്കിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാം. മീൻ പിടിക്കണമെങ്കിൽ അതിനുള്ള സെറ്റപ്പ്, ചെരുപ്പ് വേണമെങ്കിൽ ആ ചെരുപ്പിനുള്ള സെറ്റപ്പ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള മരങ്ങൾക്ക് നടുവിലൂടെ ഇത്തരത്തിലുള്ളൊരു വുഡൻ ട്രാക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് യൂക്കാലി മരങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ എന്തോ ഒരു സംഭവമാണ്, പക്ഷെ അതല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യൂക്കാലി ആണല്ലേ റൈറ്റിൽ ഇതല്ലേ? അത് യൂക്കാലിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രസമുള്ള കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണാം. ഇത് കൊള്ളാമല്ലേ പരിപാടി? നല്ല രസമുണ്ടല്ലോ, അടിപൊളി. ശരിക്കും നമ്മൾ ഇതുപോലത്തെ കാഴ്ചകൾ നമ്മുടെ തേക്കടി തടാകത്തിലുണ്ട്. ആ തേക്കടി തടാകത്തിൻ്റെ ആ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇത് സംതിങ് ഡിഫറെൻറ്റ്. തടാകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും തടാകമാണ്, പക്ഷേ നമ്മുടെ തേക്കടി തടാകത്തിൻ്റെ ഒരു 50 ഇരട്ടി വലിപ്പമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ദിസ് ഈസ് നൈസ്. മീൻ ഇവിടെ ഉണ്ടാവില്ല, അപ്പുറത്താണെങ്കിലും ഉണ്ടാവും. ഇവിടെ ഇതിനിടയ്ക്ക് കുറച്ച് മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പിള്ളേർ വന്നിട്ട് ഒരു ചെറിയ വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ചൂണ്ടയിടുന്ന പോലത്തെ ഒരു സാധനം ഈ കോരി ഇങ്ങനെ എടുക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നല്ല രസമുണ്ട്. ആ ക്യൂട്ട് പിള്ളേർ പല കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു പുള്ളിക്കാരി അമ്പും ബില്ലും ഒക്കെ ആയിട്ട് വന്നിട്ട് കാടിന് നടുക്ക് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇവന്മാരെന്നെയും കൊണ്ട് ഇവിടെ വീഡിയോ എടുപ്പിച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് നടത്തി ഇങ്ങോട്ട് നടക്കാം, അങ്ങോട്ട് നടക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പണി എടുപ്പിക്കുന്നുണ്ട്. പക്ഷെ രസം കേട്ടോ കാണാനായിട്ട്. These are seasonal flowers, right? Yeah. This won't be there every time. No, yeah. So in the time of like from February to March, all these flowers are blooming. Okay, February to March. Yeah, February to March. Okay. And after the rainy season, I think September. Okay. Will it snow here? Really? Rarely. There will be snow On the mountains. Yeah, but Okay. on the plain there will be no snow because But it will be cold. Yeah, will be cold but not going minus. Not Okay. going minus. Okay. So it's here. There is lakes, so there's no snow. Okay. Yeah. Makes sense. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഫ്ലവർ ഫെസ്റ്റ് എന്താ പറയുക, ഫ്ലവർ ഫെസ്റ്റ് അല്ല എന്തിനു പറഞ്ഞാൽ ഫ്ലവർ ഷോ ഇല്ലേ, ഫ്ലവർ ഷോ. അതേപോലെ തന്നെ ഫ്ലവർ ഷോ അല്ല ഇത്, ഇത് കൈൻഡ് ഓഫ് അതേപോലൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ ആ ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. 24 hours ഇതിനകത്തേക്ക് വണ്ടികൾ കടത്തില്ല. പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റോഡായി, പിന്നെ വലിയ കെട്ടിടങ്ങളായി, ബിൽഡിങ്ങുകളായി. ഇത് ഇങ്ങോട്ടൊരു 10-15 കിലോമീറ്റർ ഇങ്ങനത്തെ ഏരിയ ആണ്. എന്താ അല്ലേ? ഞങ്ങളിപ്പോൾ ഇവിടെ ദാലി അവിടുത്തെ മെയിൻ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പാലം കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഷിങ്ഷങ് ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചറിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു നദിയുടെ മുകളിലൂടെ ഈ സിറ്റിയുടെ ഇപ്പുറത്തോട്ടും നിൽക്കുന്ന ഒരു ബ്രിഡ്ജാണ്. കൊള്ളാമല്ലേ? ആ ബ്രിഡ്ജിൽ ഗരുഡൻ്റെ രൂപമൊക്കെ ഇങ്ങനെ എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും സൈഡിലായിട്ട്. ഇത് വേറൊരു ടൈപ്പ് പൂ. എന്തോ ഭംഗിയാണ് ഇത്. നമ്മുടെ നാട്ടിലും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണല്ലോ നമ്മൾ ഈ എന്താ പറയുക ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഊട്ടിയിലും കൊടൈക്കനാലിലും മൈസൂരൊക്കെ പോകുന്നത് ഇല്ലേ? മൈസൂരില്ലേ ഫ്ലവർ ഷോ? ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് രസം ഇത് കാണാനായിട്ട്. കൊതിയാവുന്നു കണ്ടിട്ട്.
ഫെസ്റ്റിവലിൻ്റെ സമയമാകുമ്പോഴത്തേക്കിനും വൈകിട്ട് കത്തിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഫോട്ടോ കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കത്തില്ലേ, അതേപോലെ തന്നെയുള്ള ഇവിടുത്തെ ഈ ഒരു ടോർച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കത്തിക്കാൻ ഈ ഒരു ഏരിയയിൽ കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം. അതേപോലെ ഇവിടെ പോലുള്ള പല പല ഏരിയകളിൽ കത്തിക്കാൻ വേണ്ടി സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവരിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വിറകും ചൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് അവിടെ കൊണ്ട് കുത്തിയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനത്തെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഫുഡൊക്കെ ഓരോന്നറിയാൻ തുടങ്ങി. നമ്മൾ ഇടിയപ്പം പോലത്തെ ഒരു സാധനം, ഇതിങ്ങനെ ഇതുപോലത്തെ പാനിപ്പൂരിയുടെ മസാല പോലത്തെ ഒരു സാധനം അതിനകത്ത് ഇട്ടിട്ട് കഴിക്കണം. പിന്നെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന ഞാൻ എടുക്കുന്നില്ല, വിശന്ന് പൊളിഞ്ഞിരിക്കുകയാണ്, കഴിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കഴിച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് എണീറ്റ് ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ഭക്ഷണം വേസ്റ്റ് ഉള്ളതായിട്ട് തോന്നൂലേ, പക്ഷെ അങ്ങനെയല്ല. ഇത് ഇങ്ങനെയാണ് ഇവരുടെ രീതികൾ. കുറച്ചൊക്കെ ഭക്ഷണം ഉണ്ടാവും, ചോറ് കുറേ ബാക്കിയുണ്ട്. കാരണം ചോറ് കഴിക്കത്തില്ലല്ലോ, വളരെ കുറച്ചല്ലേ ചോറ് കഴിക്കുകയുള്ളൂ. സോ അങ്ങനെയായിരുന്നു പരിപാടി. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗംഭീര ഭക്ഷണം. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ 4ാമത്തെ നിലയിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാലി ടൗണിൻ്റെ ഒരു എൻ്റയർ ഒരു ഏരിയ നമുക്ക് ഇവിടെ നിന്ന് ദൂരെ അവിടെയൊക്കെ കാണാം. ഇവിടെ ചൂട്ട് വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇവർ നമ്മൾ ഈ വിഷുവിൻ്റെ സമയമാകുമ്പോൾ കൊന്നപ്പോൾ വയ്ക്കാൻ വയ്ക്കുന്ന പോലെ ഇവർ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവയ്ക്കും. ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അവിടെ കൊണ്ട് കത്തിക്കണം, അതാണ് പരിപാടി. അപ്പോൾ ഇത് എന്നെ കൊണ്ട് ഇവർ കത്തിച്ച് വീഡിയോ എടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവരൊരു സ്ഥലത്ത് വരുന്നത്. നമ്മൾ സാറിന് ലിജിയാൻ അല്ല, എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? ഡാലി അല്ലേ? ഡാലി ഓൾഡ് ടൗണിൽ പോകാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു ആദ്യം. പിന്നീട് അവിടെ മൊത്തം ടൂറിസ്റ്റുകളായിരിക്കും, ലോക്കൽസ് ഉള്ള സ്ഥലത്ത് പോകണം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലോക്കൽസ് ഉള്ള സ്ഥലത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഫൈനലി എല്ലാം വാങ്ങിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും തന്നു. ഇതിന് നമ്മളും പിടിച്ചോണ്ട് നമ്മളിതും പിടിച്ചോണ്ട് അടിക്കാനല്ല, ഇത് കത്തിക്കാനാണ്. ഇത് ചെയ്തിരിക്കുന്നുണ്ടോ? ഇതെങ്ങനെ പരിപാടി? ഇതുണ്ടോ? കണ്ടോ എന്തൊക്കെ പരിപാടികളല്ലേ. നാട്ടുകാർ മൊത്തം പല സ്ഥലത്തുനിന്ന് ഈ കമ്പും കോലും എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഇനി മിക്കവാറും നമ്മുടെ ശബരിമലയിലെ ആഴിപൂജ പോലെ ഇവിടെ മിക്കവാറും ആഴിപൂജ ആവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഡാലി ടൗൺ മൊത്തം തീ പിടിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ സൈറവായി അവിടെ ആള് കൂടി. ഫയർ ട്രക്കൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഒരു എന്താ പഗോഡയുണ്ട്. ആ പഗോഡയുടെ അടുത്തവിടെയാണ് നമ്മൾ തീ കത്തിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. നേരത്തെ കണ്ട സ്ഥലം അത് തന്നെ. ഞങ്ങൾ നേരത്തെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു. ഇപ്പോൾ എന്തോരോ ആൾക്കാരായി നോക്കിയേ. ഉയ്യോ, എല്ലാവരും കോലും പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമല്ലോ. കുറച്ചുകൂടെ വൈകുമ്പോഴേ തുടങ്ങുള്ളൂ. ഇത് ഇരുട്ടി തുടങ്ങണം. അവിടെ എന്തോ കൊട്ടും ബഹളവും പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മേളിൽ 3-4 ഡ്രോൺ പറന്ന് നടക്കുന്നുണ്ട്. ശരിക്കും ഈ ഹോട്ടലുകളുടെയൊക്കെ മേളിൽ പോയി ഇരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാമായിരുന്നു. പക്ഷെ നമുക്ക് ഈ സാധനം കത്തിക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി ഇടണം എന്നുള്ളതുകൊണ്ട് നമുക്കിവിടെ നിന്നേ പറ്റുള്ളൂ. ഇവിടെ റോഡിൽ ആൾക്കാർ തീയൊക്കെ ഇട്ട് തുടങ്ങി. ഇത് നമ്മുടെ നാട്ടിൽ സമരം ചെയ്യാൻ പോകുമ്പോൾ തീ കത്തിക്കുന്ന പോലെയാണത്. അടിപൊളി. ഇവിടെ മഴ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ആൾക്കാർ തീ കത്തിക്കും അവിടെ റോഡിലിട്ട്. നല്ല പുകയാട്ടോ. എനിക്ക് ഇതിങ്ങനെ പിടിച്ച് കത്തിച്ച് ഈ ഭാഗം കത്തിക്കുന്നത്, മറ്റേ ഭാഗം പിടിക്കാനുള്ളത് പിടിച്ച് കത്തിച്ച് അവിടെ എവിടെയോ കൊണ്ടിടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നാ എന്തോന്ന് പരിപാടി, എന്തൊക്കെ ആചാരങ്ങളല്ലേ. ചിലരുടെ കോലിൻ്റെ മേളിൽ ഇതുപോലത്തെ ഒരു സാധനമുണ്ട്. നമ്മുടെ കോലിൻ്റെ മേളിൽ ഇങ്ങനത്തെ സാധനമൊന്നുമില്ല. ചിലർ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഒരു പൂ പോലെയൊക്കെ. ഇത് ഭയങ്കര ഡേഞ്ചറാണല്ലോ. ഇത് തീയൊക്കെ ഇങ്ങനെ കത്തിച്ച് ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. പക്ഷെ എൻ്റെ അമ്മേ, അവരിടയ്ക്ക് വണ്ടിയും കൊണ്ട് വരുത്തുന്നു. ഇവിടെ വണ്ടി കത്തിക്കൂടാ ആൾക്കാരെടുത്തിട്ട്. അങ്ങനെ ഇവിടെ മൊത്തം പരിപാടികൾ ആവേശഭരിതമായിരിക്കുകയാണ്. എൻ്റെ ബാഗോ ടീഷർട്ടോ മിക്കവാറും ഞാൻ തന്നെ കത്തിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തീയാണ് ഇവിടെ മൊത്തത്തിലിപ്പോൾ. എല്ലായിടത്തും തീയും പരിപാടികളായി. എക്സ്ക്യൂസ് മീ. എൻ്റെ ദൈവമേ ഗൈസ്, അവിടെ മൊത്തം തീയാണ് ഗൈസ്. മിക്കവാറും എൻ്റെ ടീഷർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇവർ പറഞ്ഞതാ അന്നേരം നല്ല ഡ്രസ്സ് ഇടണ്ട. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. ഓരോ നാട്ടിൽ, നമ്മുടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള എത്ര ആചാരങ്ങൾ. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എന്തോരമുണ്ട്. അപ്പം ഓരോ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ ഉള്ളൂ. ഈ വിഷ്വൽസ് കാണുമ്പോൾ കലാപത്തിനിടയിൽ പെട്ടുപോലിരിക്കുന്നു. അതായത് തീ എത്തുന്നു, കമ്പ്, വടികൾ, അത് ഇത് എന്നൊക്കെ ആയിട്ട്. ഇതൊക്കെ എവിടെയാണോ നടക്കുന്നത് ഒരു ഐഡിയ ഇല്ല. വെടിക്കെട്ട് നിന്നില്ല. 1 മണിക്കൂറായി വെടിക്കെട്ട് തുടങ്ങിയിട്ട്.
ഇതിനും പാത്രം എവിടെയാണോ ഇട്ട് കത്തിക്കുന്നത്. എന്താ അമ്മോ, വെടിയും പുക തീയും. തീ പിടിച്ചാ തീർന്ന്. ആ അവിടെ ഫയർ ട്രക്കിന്റെ മേളിൽ ഫയർമാൻ കയറി നിൽപ്പുണ്ട്. എല്ലാം റെഡിയാ അവിടെ. നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ സാരിയൊക്കെ കത്തി തീ പിടിക്കും എല്ലാവരുടെയും. അതുപോലെ ഇവിടെ അതൊക്കെ സംഭവിക്കാൻ വേണമെങ്കിൽ എന്തൊക്കെയാണ് ദൈവമേ, എൻ്റെ ദേഹത്തൊക്കെ വന്ന് വീഴുന്നു. എൻ്റെ ഉടുപ്പൊക്കെ മിക്കാറ് ചീത്തയാവും. എൻ്റെ ഉടുപ്പ് ദൈവമേ ഫുള്ള് തീയാണ്. താഴെയും പുറകിലും നോക്കിയാലും മുമ്പിൽ നോക്കിയാലും എവിടെ നോക്കിയാലും തീയാ. എൻ്റെ അമ്മോ, ഇതിനിടയ്ക്ക് സൗണ്ട് വിസിലടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തിനാണോ അത് വിസിലടിക്കുന്ന സൗണ്ട്? ഹലോ, എന്നോടൊന്ന് ആൾക്കാർ സെൽഫി. താങ്ക് യു. അതിനിടയ്ക്കത് തീയിടുന്നുണ്ട്. അവരത് തീയിട്ടോണ്ടിരിക്കുക. എന്തൊക്കെയോ പരിപാടികളാണ്. തീ അതിൻ്റെ മേളിൽ കൊണ്ടുപോകും കേട്ടോ. അവിടെ മേളിൽ കൊണ്ടുപോയിട്ട് മേളിൽ നിന്നാണ് കത്തിക്കുന്നത്. ആഹാ, അടിപൊളി. എൻ്റെ പൊന്നു, ആ തീ അത് വലിപ്പിച്ച് മേളിൽ കൊണ്ടുപോയി. എന്നിട്ട് മേളിൽ നിന്ന് അത് കത്തിച്ച് വിട്ട് താഴെ കൊണ്ടുവരും. അതാണ് ഒരു പരിപാടി. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. എന്തോന്നടേ ഇത്? ഓ, എനിക്കാണ് പുറകെ നിൽക്കാനും ചൂട്, മുമ്പിലും ചൂട്, എവിടെ ചൂട് മൊത്തം. അങ്ങനെ ഞങ്ങളിവിടെ കത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് വേഗം കത്തി കുറേ നേരം കൈ പിടിച്ചതിന് ശേഷം നമ്മളിത് അവിടെ ഉപേക്ഷിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. ഉണക്ക വടിയാണ് അത്. കുറച്ചധികം നേരം അവിടെ പിടിക്കണം, എന്നാലേ കത്തുള്ളൂ. അത് ഇവിടെ കണ്ണലൊക്കെ ആയി കിടപ്പുണ്ട് ഫുള്ള്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അവരുടെ. അയ്യോ, കത്തി കുറേ നേരം പൊക്കി പിടിക്കണം, എന്നാലേ അത് കത്തുള്ളൂ. പൊക്കി പിടിച്ച് തീയത്തിച്ച് ക്യാമറയും ചൂടായി, ഞങ്ങളുടെ ശരീരം ചൂടായി. ചൂടായി കഴിച്ചു. ചൂടായി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊന്നും വേണ്ട. ശരിക്കും തീക്കളി കേട്ടാ. ചൂടെന്ന് പറഞ്ഞാൽ ഇത്രയും അടുത്ത് നിൽക്കാന്ന് പറയുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് ഭ്രാന്താട്ടാ. പക്ഷെ എൻ്റെ അമ്മേ. ഓക്കെ, ഡൺ. അടിപൊളി. വരൂ. എൻ്റെ അമ്മ, ഫോണൊക്കെ ചൂടായി. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി ചൂടായി ഫോൺ വരെ. ഫോണല്ല, എൻ്റെ മുടിയൊക്കെ കരിഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. ടീഷർട്ടൊക്കെ അങ്ങനെ വേറെ കുറെ ഭ്രാന്തന്മാര് വീടെ മേലുകളാണൊക്കെ. ഫയർഫോഴ്സുകാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കും ആരെങ്കിലും ഒക്കെ. നോക്കിയോ, എന്റെ അമ്മോ, ഞാൻ വിചാരിച്ച് കത്തിപ്പോയത്. അത് കത്തി തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച് കത്തി തീർന്നെന്ന്. എല്ലാം കൂടെ ഒടിഞ്ഞു പറഞ്ഞ് താഴെ വീണെന്ന്. പക്ഷേ നടപടി ആയില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇങ്ങനെയുള്ള പരിപാടിയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബാഡ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ ഈ പരിസരത്തെ നമ്മളെന്തിനാണ് തീയിടുന്നത് നമ്മൾ പരിസരം ശുചിയാക്കാൻ വേണ്ടിയിടും, കൊതുകിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിടും, പിന്നെ അങ്ങനെ വെളിച്ചത്തിന് വേണ്ടിയിടും, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് തീയിടും അല്ലേ. അപ്പോൾ തീ എത്തിക്കുന്നതോടുകൂടി ഈ പരിസരവും ഈ സംഭവങ്ങളും ഈ പ്രകൃതിയും അറ്റ്മോസ്ഫിയറും എല്ലാം ശുചിയാകും എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പുറകിലുണ്ട്. ഓരോ നാട്ടിലും ഓരോരോ ആചാരങ്ങൾ. ഇത്ര മനോഹരമായ ആചാരങ്ങൾ ഇനിയുമുണ്ടോ ദാസ? ഇത്രയും കെട്ടിടങ്ങൾക്ക് അടുത്താണ് ഇത്രയും തീ. ഇവിടെ വലിയ തീ, അതുകൊണ്ട് ആഴി കത്തുന്ന പോലെ കത്തിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇവിടെ വണ്ടി കിടക്കുന്നു, ഈ വണ്ടി കിടക്കുന്നു. പക്ഷേ ഹായ് എല്ലാവരും അവരവർ കൃത്യമായിട്ട് സംയമനം പാലിച്ചുള്ള പരിപാടികളാണ്. ഇടയ്ക്ക് പോലീസുകാർ വന്ന് പറയുന്നുണ്ട് ഇവിടെ കമ്പിയുണ്ട്, ഇലക്ട്രിക് കമ്പിയുണ്ട്, അതിനിടയിൽ തീയിടരുതെന്ന് ആൾക്കാർ. പക്ഷെ എന്നാലും ചില ആൾക്കാർ
മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുമല്ലോ. എന്തായാലും ഫയർഫോഴ്സിന് പണിയാവും, അത് ഉറപ്പാണ്. ഇത്രയും തിരക്കും ബഹളമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒരൊറ്റ ഫയർ ട്രക്കേ ഉള്ളൂ കേട്ടോ. അത് മതിയാവില്ലേ? പടക്കമൊക്കെ ചീറ്റുന്ന പോലത്തെ സൗണ്ടൊക്കെ വരുന്നു. പടക്കത്തിൽ മൊത്തം സൗണ്ടാണ് ഗൈസ്. ഇപ്പോൾ എനിക്കറിയത്തില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൗണ്ടുള്ള പടക്കം ഉണ്ടോ, അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പടക്കമാണ്. ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങി പോകാനുള്ള ആ ഒരു തിരക്കിനിടയിൽ പെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ പതുക്കെ 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 പോകണം. ഈ ഒരു കുഞ്ഞു കൊച്ചട അതിന് എത്ര മാസം പ്രായം ഉണ്ടാവും? ഒരു 3-4 മാസം പ്രായം ഉണ്ടാവുള്ളൂ. അതിനെ കൊണ്ട് അതിങ്ങനെ തീയൊക്കെ നോക്കി അവിടെ ഇരിക്കുമോ, അതിനെയും കൊണ്ട് ഒരു അച്ഛനും അമ്മയും വന്നേക്കുന്നത് കഷ്ടമുണ്ട്. പുള്ളി കരിയൊക്കെ എടുത്ത് വെച്ച് മുഖത്ത് കഴിച്ചിട്ട് ഇവർ രണ്ടരും കൂടെ പോകുന്നുണ്ട്. നൈസ്. ഇപ്പൊ ശരിക്കും ക്രൗഡായി കേട്ടോ, ഭയങ്കര ക്രൗഡായി. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ക്രൗഡായി. പക്ഷെ ഉന്തും തള്ളൊന്നുമില്ല, എന്നാലും തള്ളത്തില്ല. ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ പാർക്കിങ്ങിലൊക്കെ ഇട്ടിട്ട് തീ കത്തിക്കുന്നു. ഫുൾ കോമഡി കേട്ടോ, രസമാണ്. ശരിക്കും ഇങ്ങനെയാണ് ഇവര് ഈ നൃത്തം ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി നൃത്തം ചെയ്തായിരുന്നു. ആ നൃത്തം ചെയ്തതിന്റെ മറ്റൊരു വേർഷനാണിത്. ശരിക്കും ഇതാണ് ഇവരുടെ ട്രഡീഷണൽ സാധനം. ആള് കൂടുമ്പോഴത്തേക്കിനും വേറെ രീതിയിൽ പല രീതിയിൽ സംഭവം വരും. ഇത് ഇവരിങ്ങനെ ഇവരുടെ വീടിന്റെ കടയുടെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ തീ കത്തിച്ചിട്ട് അവരിങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുക. അതാണ് ഇവരുടെ പരിപാടി. പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനായിട്ട് ടാക്സി ഇല്ല, വണ്ടിയില്ല, ബഹളമില്ല, സോറി ഒരു കുന്തവും ഇല്ല, ബി മാത്രമുള്ള ഒന്നുമില്ല. അപ്പൊ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഈ ബൈക്ക് എടുത്ത് ഞങ്ങൾക്ക് പോകണം. ഇതാകുമ്പോ ഹെൽമെറ്റ് ഒന്നും വേണ്ട. ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കാറില്ല. ഹെൽമെറ്റ് വേണം ആണോ? ആരും വെക്കാറില്ലല്ലോ. ഹെൽമെറ്റിനകത്ത് ഇതിനകത്ത് ഹെൽമെറ്റ് ഉണ്ട്, പക്ഷെ ഇത് ഊരാൻ പറ്റത്തില്ല, വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിൽ 10 കിലോമീറ്റർ പോയിട്ടാണ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകാൻ പോകുന്നത്. അപ്പോൾ ബൈ ബൈ ഗൈസ്. അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകുന്ന ബൈക്കിലാണ്. ഞാൻ ഈ സാധനം ഓടിച്ചുകൊണ്ടാണ് ഞങ്ങളും പോകുന്നത്. ഇവിടെ ഗംഭീര പരിപാടി. ഇത് സൈക്കിളാട്ടോ. ഇതുണ്ടോ സൈക്കിളിന്റെ ബെല്ല് പോലത്തെ ബെല്ലൊക്കെയാണ് ഇതിന്. ശരിക്കും അത് തന്നെ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത്. അതാണ് എൻ്റെ പരിപാടി. അങ്ങനെ ഞങ്ങൾ ആ ബൈക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് വേറൊരു ബൈക്ക് എടുത്ത് പോകണം. കാരണം ഈ ബൈക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഓടിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മളെല്ലാവരും വന്ന് തിരിച്ച് ആ ബൈക്ക് അവിടെ തിരിച്ച് വെച്ച് ഇത് എൻഡ് ചെയ്യണം. അതാണ് പരിപാടി. നമ്മൾ അകത്ത് കയറിയിട്ട് വീണ്ടും ഈ ബൈക്ക് എടുത്തു. എന്നിട്ടാണ് നമ്മൾ റൂമിൽ പോകാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ആ പൂക്കളൊക്കെ കണ്ട ആ ഒരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ തിരിച്ച വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബൈക്കിന്റെ ലൈറ്റാണ് ഈ കാണുന്നത്, കേട്ടില്ലേ? നമ്മുടെ കൂട്ടത്തിലെ അഞ്ജലിയാണോ ഷൂ ആണോ പോകുന്നത്? ഷൂ ആണ് പോകുന്നത്. മുമ്പിൽ സൈക്കിളിൽ അവള് സൈക്കിൾ എടുത്തു. പിന്നെ സഹീർബായും ജെറിനും കൂടെ അതിന്റെ മുമ്പിൽ രണ്ടുപേരും കൂടെ ആ വണ്ടിയിൽ രണ്ടുപേരും കൂടി ഇരുന്നാണ് പോകുന്നത്. സഹീർബായി ആണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രാത്രി എന്ത് വൈബായെന്ന് എനിക്ക് ഈ ഏരിയയൊക്കെ അടിപൊളിയാണ്. ഇത് ഈ വഴിക്ക് വേറെ വണ്ടി ഒന്നും വരില്ല. ഇത് നമുക്ക് ഇത്തരത്തിലുള്ള ഈ സൈക്കിളും ഇങ്ങനത്തെ ഇലക്ട്രിക് ഈ സാധനങ്ങൾ മാത്രമേ ഈ വഴിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കായലിന്റെ സമീപത്ത് കൂടി, ലേക്കിന്റെ സമീപത്ത് കൂടി ഇങ്ങനെ രാത്രി മന്ദം ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. ചൈന അല്ലേലും വേറെ വൈബാണ്, ഒരു രക്ഷയില്ല. ഇതുപോലത്തെ വെറൈറ്റി എക്സ്പീരിയൻസുകളൊക്കെ ശരിക്കും ചൈനയിലേ കിട്ടുള്ളൂ. പിന്നെ വ്ളോഗ് ചെയ്ത് നടക്കാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇതുവരെ 93 രാജ്യങ്ങൾ പോയി. ഈ 93 രാജ്യങ്ങളിൽ വ്ളോഗ് ചെയ്ത് നടക്കാൻ ഏറ്റവും ബെസ്റ്റ്. അയ്യോ ഓക്കെ ഗൈസ്, എന്റെ പിറകെ വാ, എന്റെ മുമ്പിൽ വാ. ഈ വ്ളോഗ് ചെയ്ത് നടക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം, ഏറ്റവും ബെസ്റ്റ് സ്ഥലം, ക്യാമറ ഫ്രണ്ട്ലി ആൾക്കാരുള്ളത് ചൈനയിലാണ്. ഇവിടെ എല്ലാരും ഭയങ്കര ഗുഡാണ് ആ കാര്യത്തിൽ. ഗൈസ്, are you guys okay? Experiencing. Okay. Sahir is a very good rider, you know that? Now you understood? Yeah, I experience this now. I know. There is something happening here. So let's have a look at that and we'll go. ഇവിടെയും തീ ഇട്ടോണ്ടിരിക്കുകയാണ്. You can see the lighting everywhere. അപ്പുറത്തെ സൈഡിൽ അവിടെയൊക്കെ തീയിട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഏതാനും സമയം മുന്നോട്ട് വന്നപ്പോൾ ഇവിടുത്തെ വേറൊരു സ്ഥലത്ത്, ഇത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഇവരുടെ ഗ്രാമമാണ്. ഇവിടെ കംപ്ലീറ്റ് ഈ പൈ ആൾക്കാരുടെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഫുള്ള് തീയിട്ടോണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ 2 പോലീസുകാർ നിൽപ്പുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഫുൾ തീയിടലും പരിപാടികളൊക്കെയാണ്. എന്തെങ്കിലും അലമ്പുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ രാത്രി തണുപ്പത്ത് തിരിച്ച് വണ്ടി ഓടിച്ച് ഞങ്ങൾ നമ്മളെ ലേക്കിന് സമീപത്തുള്ള ഹോട്ടലിലെത്തി. അത് എവിടത്തേക്ക് കൊണ്ടുവന്ന? റൂമിൽ കൊണ്ട് കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ? ഹോട്ടലിലെത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ചൈനയിൽ വന്നതിന് ശേഷം ഈ ഒരു ട്രിപ്പിൽ ഇന്നാണ് ശരിക്കും എൻജോയ് ചെയ്തത്. പൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ giving us this experience. It was really nice. We had a lot of fun today. So thank you.